കോമ്പോണൻസ് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എൻട്രീസിൽ വരുന്ന വേരിയസ് ഗ്രൂപ്പ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിലാറ്ററൽ ട്രാൻസ്ഫർ അക്കൗണ്ടും ഒഫീഷ്യൽ റിസർവ്സ് അക്കൗണ്ടും. തേർഡ് വൺ യൂണിലാറ്ററൽ ട്രാൻസ്ഫർ അക്കൗണ്ട്, then fourth one official reserves account, third one the unilateral transfer account, and this account deals with the gift, aids, donations and grants received from the residents and paid to the foreigners. യൂണിലാറ്ററൽ ട്രാൻസ്ഫർ അക്കൗണ്ടിൽ ഡീൽ ചെയ്യുന്നത് ഗിഫ്റ്റ്, എയ്ഡ്സ്, അതുപോലെ ഡൊണേഷൻസ് ആൻഡ് ഗ്രാൻസ് റിസീവ്ഡ് ഫ്രം ദ റെസിഡൻസ് ആൻഡ് പെയ്ഡ് ടു ദി ഫോറിനേഴ്സ്. റെസിഡൻസിൽ നിന്നും ഹോം കൺട്രിയിൽ നിന്നും റിസീവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഫോറിൻ കൺട്രീസിലേക്ക് പേ ചെയ്യുന്നത്, അതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഐറ്റംസ് ലൈക്ക് ട്രാൻസ്ഫേഴ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അതായത് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ട്രാൻസ്ഫേഴ്സ്. ഫോർ എക്സാമ്പിൾ ഗിഫ്റ്റ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസറ്റ്സ്, ദാറ്റ് ഈസ് മണി ഗിഫ്റ്റ് ബിറ്റ്വീൻ ദ കൺട്രി ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. അതായത് ഇറ്റ് ഇൻക്ലൂഡ് ഐറ്റംസ് ലൈക്ക് ട്രാൻസ്ഫേഴ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓർ ഫിനാൻഷ്യൽ അസറ്റ്സ് ബിറ്റ്വീൻ ദ കൺട്രി ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. ഇറ്റ് ഇൻക്ലൂഡ്സ് പ്രൈവറ്റ് റെമിറ്റൻസ്, ഗവൺമെൻറ് ഗ്രാൻസ്. പ്രൈവറ്റ് റെമിറ്റൻസും അതുപോലെ തന്നെ ഗവൺമെൻറ് ഗ്രാൻസും അതിലുൾപ്പെടും. കൂടാതെ ഡിസാസ്റ്റർ റിലീഫ്, ഇതെല്ലാം അതിൽ ഉൾപ്പെടും. യൂണിലാറ്ററൽ പേയ്മെൻറ്റ്സ് റിസീവ്ഡ് എബ്രോഡ് ആർ ദ ക്രെഡിറ്റ്സ് ആൻഡ് ദോസ് മെയ്ഡ് എബ്രോഡ് ആർ ഡെബിറ്റ്സ്. യൂണിലാറ്ററൽ പേയ്മെൻറ്റ്സ് റിസീവ്ഡ് എബ്രോഡ്, എബ്രോഡിൽ നിന്നും ലഭിക്കുന്ന യൂണിലാറ്ററൽ പേയ്മെൻറ്റ്സ് ക്രെഡിറ്റ്സിലും, എബ്രോഡിൽ റെഡിയാക്കുന്ന, നമ്മൾ എബ്രോഡിലേക്ക് കൊടുക്കേണ്ടി വരുന്ന യൂണിലാറ്ററൽ പേയ്മെൻറ്റ്സ് അത് ഡെബിറ്റ്സിലാണ് ഉൾപ്പെടുക. യൂണിലാറ്ററൽ ട്രാൻസ്ഫർ അക്കൗണ്ട്സിൽ ഡീൽ ചെയ്യുന്നത് ഗിഫ്റ്റ്, എയ്ഡ്സ്, ഡൊണേഷൻസ് ആൻഡ് ഗ്രാൻസ് റിസീവ്ഡ് ഫ്രം ദി റെസിഡൻസ് ആൻഡ് പെയ്ഡ് ടു ദി ഫോറിനേഴ്സ്. റെസിഡൻസ്, അതായത് ഹോം കൺട്രിയിൽ നിന്ന് ലഭിക്കുന്നത് അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിലേക്ക് പേ ചെയ്യുന്നത്, അതെല്ലാം അതിൽ ഉൾപ്പെടും. പ്രധാനമായിട്ടും അതിൽ ഉൾപ്പെടുന്നത് ഐറ്റംസ് ലൈക്ക് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓർ ഫിനാൻഷ്യൽ അസറ്റ്സ് ബിറ്റ്വീൻ ദ കൺട്രി ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. It includes private remittance, government grants, disaster reliefs, etc. ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻസ്, അതുപോലെ തന്നെ പ്രൈവറ്റ് റെമിറ്റൻസ്, ഡിസാസ്റ്റർ റിലീഫ്സ് എല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നു. യൂണിലാറ്ററൽ പേയ്മെൻറ്റ്സ് റിസീവ്ഡ് എബ്രോഡ് ആർ ദ ക്രെഡിറ്റ് ആൻഡ് ദോസ് മെയ്ഡ് എബ്രോഡ് ആർ ദ ഡെബിറ്റ്സ്. അതായത് റിസീവ് ചെയ്യുന്ന, എബ്രോഡിൽ നിന്നും റിസീവ് ചെയ്യുന്ന യൂണിലാറ്ററൽ പേയ്മെൻറ്റ്സ് ക്രെഡിറ്റിലും, എബ്രോഡിലേക്ക് കൊടുക്കേണ്ടി വരുന്ന യൂണിലാറ്ററൽ പേയ്മെൻറ്റ്സ്, അതായത് എബ്രോഡിൽ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്, അതിന് നമ്മൾ ഡെബിറ്റ്സിലാണ് ഉൾപ്പെടുത്തുന്നത്. ദെൻ ഫോർത്ത് വൺ ഒഫീഷ്യൽ റിസർവ്സ് അക്കൗണ്ട്. ദിസ് അക്കൗണ്ട് റെപ്രസെൻറ്റ്സ് ദി holdings of the government or official agencies of the means of payment that are generally acceptable for the സെറ്റിൽമെൻറ്റ് ഓഫ് ഇൻ്റർനാഷണൽ ക്ലെയിംസ്. അതായത് ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ടിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന എന്താണ്, ഹോൾഡിങ്സ് ബൈ ദ ഗവൺമെൻറ്, ഗവൺമെൻറ്റിൻ്റെ ഹോൾഡിങ്സ് അല്ലെങ്കിൽ ഒഫീഷ്യൽ ഏജൻസീസിൻ്റെ ഹോൾഡിങ്സ്, അതെല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട്. ദാറ്റ് ആർ ജനറലി അക്സെപ്റ്റഡ് ഫോർ ദ സെറ്റിൽമെൻറ്റ് ഓഫ് ഇൻ്റർനാഷണൽ ക്ലെയിംസ്. ഇൻ്റർനാഷണൽ ക്ലെയിംസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണത് പ്രധാനമായിട്ടും നിലനിൽക്കുന്നത്. ആൻഡ് ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ട് റെപ്രസെൻറ്റ്സ് ദി holdings by the government or official agencies of the means of payment that are generally accepted for the settlement of international claims. അതായത് ഇറ്റ് ഇൻക്ലൂഡ്സ് സ്റ്റോക്ക് ഓഫ് ഗോൾഡ്, ഹോൾഡിങ്സ് ഓഫ് കൺവേർട്ടബിൾ ഫോറിൻ കറൻസീസ്, SDRs, ദാറ്റ് മീൻസ് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ്, ആൻഡ് ഇറ്റ്സ് നെറ്റ് പൊസിഷൻ ഇൻ ദ IMF, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിലുള്ള പൊസിഷൻ. അതായത് ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ടിൽ ഉൾപ്പെടുന്ന എന്താണ്, ഇറ്റ് ഇൻക്ലൂഡ്സ് സ്റ്റോക്ക് ഓഫ് ഗോൾഡ്, ഹോൾഡിങ്സ് ഓഫ് കൺവേർട്ടബിൾ ഫോറിൻ കറൻസീസ്, SDRs, and its net position in the IMF. The ultimate deficit or surplus in the balance of payment is settled by this account. അൾട്ടിമേറ്റ് ആയിട്ട് സർപ്ലസോ ഡെഫിസിറ്റോ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഈ അക്കൗണ്ട് വഴിയാണ് സെറ്റിൽ ചെയ്യപ്പെടുന്നത്. ഇഫ് ദർ ഈസ് എ സർപ്ലസ് ഇൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്,
ദ സർപ്ലസ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദിസ് അക്കൗണ്ട്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് സർപ്ലസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സർപ്ലസ് ഈ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഇഫ് ദർ ഈസ് എ ഡെപ്പോസിറ്റ് ഇൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ദ ഡെപ്പോസിറ്റ് ഈസ് ക്ലിയർഡ് ബൈ വിത്ഡ്രോയിങ് ഫ്രം ദിസ് അക്കൗണ്ട്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ഡെപ്പോസിറ്റാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ ആ ഡെപ്പോസിറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അക്കൗണ്ടിൽ നിന്നും ഫണ്ട് എന്ത് ചെയ്യും, വിഡ്രോ ചെയ്യും. ദസ് കൺസേണിങ് ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ്, നമ്മളിപ്പോൾ കറണ്ട് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, യൂണിലാറ്ററൽ ട്രാൻസ്ഫർ അക്കൗണ്ട്, ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ടാണ് പഠിച്ചത്. ഇനി ആ ഒരു ടോപ്പിക്കിൻ്റെ കൺക്ലൂഷനാണ്, അതായത് കോമ്പോണൻറ്റ്സ് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ കൺക്ലൂഷൻ. കൺസേണിങ് ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ദ കറണ്ട് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ആർ എസെൻഷ്യലി റിഫ്ലക്ഷൻസ് ഓഫ് ഈച്ച് അതർ. അത് രണ്ടും റിഫ്ലക്ഷനാണ്, കറണ്ട് അക്കൗണ്ടും അതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടും, ഒന്ന് മറ്റൊന്നിൻ്റെ റിഫ്ലക്ഷൻ. The balance of payments is a double entry accounting system. നേരത്തെ പറഞ്ഞതാണ്, the balance of payment is a double entry accounting system ആണ്, and hence total debits will always equal to total credits, and the balance of payments must always become balanced. അതായത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഡബിൾ എൻട്രി അക്കൗണ്ടിങ് സിസ്റ്റം ആണെന്ന് പറഞ്ഞു. ഇവിടുത്തെ പ്രത്യേകത ടോട്ടൽ ഡെബിറ്റ്സും ടോട്ടൽ ക്രെഡിറ്റ്സും ഈക്വൽ ആയിരിക്കും. അങ്ങനെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഓൾവേസ് ബാലൻസ്ഡ് ആയിരിക്കും. It follows that if the current account registers a deficit, capital account must register a surplus. കറണ്ട് അക്കൗണ്ടിൽ രജിസ്റ്റർ ചെയ്തത് ഡെഫിസിറ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്തായിരിക്കും രജിസ്റ്റർ ചെയ്യേണ്ടത്, സർപ്ലസ് ആയിരിക്കും, അല്ലെങ്കിൽ നെറ്റ് ക്യാപിറ്റൽ ഇൻഫ്ലോ ആണ് അതിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. കോൺവേഴ്സ്ലി ഇഫ് ദി കറണ്ട് അക്കൗണ്ട് രജിസ്റ്റേഴ്സ് എ സർപ്ലസ് ദ ക്യാപിറ്റൽ അക്കൗണ്ട് മസ്റ്റ് രജിസ്റ്റേഴ്സ് എ ഡെഫിസിറ്റ് ഓർ നെറ്റ് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ. കറണ്ട് അക്കൗണ്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സർപ്ലസ് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നതാണ് ഡെഫിസിറ്റ് ആയിരിക്കുന്നത്, ദാറ്റ് ഈസ് നെറ്റ് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ. സംടൈംസ് ദ ബാലൻസിങ് ഐറ്റംസ് ഇറേഴ്സ് ആൻഡ് ഒമിഷൻസ് മസ്റ്റ് ബി ആഡഡ് ടു ബാലൻസ് ദി ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ്. അതായത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സിൽ ബാലൻസ് ചെയ്യാനായിട്ട് ബാലൻസിങ് ഐറ്റമായിട്ടുള്ള ഇറേഴ്സിനെയും ഒമിഷൻസിനെയും ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. Sometimes the balancing item errors and omissions must be added to balance the balance of payments. Next one, errors and omissions. The cost of collecting balance of payments statistics is very high and a perfectly accurate collection of data is difficult. അതായത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് കളക്ട് ചെയ്യാനായിട്ട് അതിൻ്റെ കോസ്റ്റ് വെരി ഹൈ ആയിരിക്കും. ദ കോസ്റ്റ് ഓഫ് കളക്ടിങ് ദി ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് വെരി ഹൈ ആൻഡ് എ പെർഫെക്റ്റ്ലി അക്യുറേറ്റ് കളക്ഷൻ ഓഫ് ഡാറ്റ ഈസ് ഡിഫിക്കൾട്ട്. അതായത് പെർഫെക്റ്റ്ലി അക്യുറേറ്റ് കളക്ഷൻ ഓഫ് ഡാറ്റ എന്താണ്, ഡിഫിക്കൾട്ടാണ്. കാരണം അതിൻ്റെ കളക്ഷൻ കോസ്റ്റ് ഹൈ ആയതുകൊണ്ട് അക്യുറേറ്റ് ആയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ്. വെൻ സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് സം ദി ക്രെഡിറ്റ്സ് ആൻഡ് ഡെബിറ്റ്സ് ഇറ്റ് ഈസ് നോട്ട് സർപ്രൈസിങ് വെൻ ദ ടു ടോട്ടൽസ് ഡു നോട്ട് മാച്ച്. അതായത് സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് ക്രെഡിറ്റ്സും ഡെബിറ്റ്സും സമ്മ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് നോട്ട് സർപ്രൈസിങ് വെൻ ദ ടു ടോട്ടൽസ് ഡു നോട്ട് മാച്ച്. സർപ്രൈസിങ് അല്ലാതെ രണ്ട് ടോട്ടൽസും മാച്ചിങ് അല്ലാതെ വരും. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ ആസ് ടോട്ടൽ ഡെബിറ്റ്സ് മസ്റ്റ് ഈക്വൽസ് ടോട്ടൽ ക്രെഡിറ്റ്സ് ഇൻ പ്രിൻസിപ്പൽ. ശരിക്കും പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ക്രെഡിറ്റ്സും ടോട്ടൽ ഡെബിറ്റ്സും ഈക്വൽ ആവുകയാണ്. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ ആസ് ടോട്ടൽ ഡെബിറ്റ്സ് മസ്റ്റ് ഈക്വൽ ടോട്ടൽ ക്രെഡിറ്റ്സ് ഇൻ പ്രിൻസിപ്പൽ സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് ഇൻസേർട്ട് എ റെസിജ്വൽ ടു മേക്ക് ദം ഈക്വൽ. സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് റെസിജ്വൽ ഇൻസേർട്ട് ചെയ്യും അത് രണ്ടെണ്ണത്തിനെയും ഈക്വൽ ആക്കാനായിട്ട്. അതായത് ടോട്ടൽ ഡെബിറ്റ്സിനെയും ടോട്ടൽ ക്രെഡിറ്റ്സിനെയും ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് റെസിജ്വലിനെ ഇൻസേർട്ട് ചെയ്യും. ആൻഡ് ദിസ് കറക്റ്റിംഗ് എൻട്രി കറക്റ്റ് ചെയ്യാൻ വേണ്ടി എൻട്രി ചെയ്യും, അതിന് പറയുന്ന പേരാണ് ആ റെസിജ്വൽ എൻട്രി ഇൻസേർട്ട് ചെയ്യുന്ന പറയുന്നില്ലേ, അതിന് പറയുന്ന പേരാണ് ഇറേഴ്സ് ആൻഡ് ഒമിഷൻസ് ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ക്രിപ്പൻസി.
and this correcting entry is known as errors and omissions or statistical discrepancy. അപ്പോൾ കോമ്പോണൻസ് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ഈ ഇറേഴ്സ് ആൻഡ് ഒമിഷൻസ് വരെയുള്ള ടോപ്പിക്ക് വെച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ആദ്യത്തെ 4 പോയിൻറ്റ്സ് കറണ്ട് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, യൂണിലാറ്ററൽ ട്രാൻസ്ഫർ അക്കൗണ്ട്, ദെൻ ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ട്. അത് കഴിഞ്ഞിട്ട് ഇറേഴ്സ് ആൻഡ് ഒമിഷൻസും കൂടെ അതിനോടൊപ്പം എക്സ്പ്ലെയിൻ ചെയ്യണം.